ഗൈസ് ഈ ഫോട്ടോ എങ്ങനെ ഇതേപോലെ എഡിറ്റ് ചെയ്യുന്നേ നോക്കാം. ഇതിൽ നമ്മൾ 2 ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് റൂമും സ്നാപ്സീഡും. അതിന് മുന്നേ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് പുണ്യം കിട്ടും. ഇപ്പോൾ സ്നാപ്സീഡിലാണ് എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയെന്നുള്ളൂ, അതുകൊണ്ടാണ്. ലാസ്റ്റ് സൂം ചെയ്യുക, എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കുക, അത് കഴിഞ്ഞ് സേവ് ചെയ്യുക. ഗൈസ് ഇപ്പോൾ എടുത്തേക്കുന്ന ലൈറ്റ് റൂമാണ്. അതിൽ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുമ്പോഴത്തേക്ക് അനലൈസിങ് വരും, ഇച്ചിരി സ്ലോ ആണ്, നെറ്റ് വേണം. ഇതിൽ ഓട്ടോ സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കൈ, ഞാൻ എടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ വരും. ഞാൻ ഇത് കൊടുത്തേക്കുന്നത് സ്ട്രോങ് ആണ്, ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഡിറ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് ഓപ്ഷൻ എടുക്കുക, ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എഡിറ്റിങ്, അതെല്ലാം നോക്കി നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് അവസാനത്തെ സ്റ്റെപ്പാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒരു ബ്രഷാണ് എടുത്തേക്കുന്നത്. ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ സ്പോട്ട് ഒന്ന് കുഞ്ഞിതാക്കുക. അതിന് കഴിഞ്ഞിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ഫുൾ ഇതുപോലെ ഇത് തൂത്തെടുക്കുക. കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചുമ്മാ റെഡ് ആയിട്ടിങ്ങനെ കണ്ടതിന് ശേഷം നമ്മൾ വയ്യെ ബാക്ക് അടിച്ചിട്ട് ആ ലൈറ്റിലായിട്ട് എടുക്കുക. നിങ്ങൾ ഇതിന് വേറൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്, സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫോട്ടോ ആയിട്ട് മാത്രം എടുക്കാൻ നോക്കുക. അല്ലാത്ത വർഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്ലറാക്കേണ്ടി വരും. കേസിയെ കുറിച്ച് ഒഴിച്ചുവിടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേസ് ഇതിൻ്റെ ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കി നേരെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുശേഷം നേരെ സേവ് ചെയ്യാം. ഗായ്സ് നോക്കുക, നമ്മൾ ഫൈനൽ റിസൾട്ട് ആണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേ. വീഡിയോ വേണോ വേണ്ടയോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, ഓക്കേ.